എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. മലയാളികളുടെയൊക്കെ പ്രിയങ്കരനായ നടൻ വിനയം വാരിക്കോരി വിതരുന്ന ജയറാമിന്റെ തനിക്കോണമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികളൊക്കെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയിരുന്ന ഒരു നായകനായിരുന്നു. നമ്മുടെയൊക്കെ സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന ജയറാം. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ ഇമേജുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് വരുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ. ഒരു തരത്തിലും ഒരു മനുഷ്യരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തുടർന്നുള്ള വാക്കുകൾ കൂടി നിങ്ങൾ കേട്ടു നോക്ക്. ഇതിനകം നിങ്ങൾ കേട്ട് കാണും, എങ്കിലും ഒന്നുകൂടി കേട്ടു നോക്ക്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് കുറച്ച്. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അസീബ് ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. തൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അത് മാത്രമല്ല തന്നെ വെച്ച് നേരത്തെ ഇതിന് തൊട്ട് മുമ്പത്തെ പടം ഇദ്ദേഹത്തെ വെച്ച് ചെയ്തു, അത് ഫ്ലോപ്പായി. അതിനുശേഷം എൻ്റെ മോനെ വെച്ച് ചെയ്യൂ, ഞാൻ എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം ഈ സൗഹൃദം ഓർത്ത് അതിന് വഴങ്ങുന്നു. ജയറാമിനോടുള്ള ഇഷ്ടം കാണും, ആ ഇഷ്ടം കൊണ്ട് അത് ചെയ്യാമെന്ന് ഏൽക്കുന്നു, അത് ചെയ്യുന്നു. എന്നാൽ ആ പടം ഫ്ലോപ്പായതിനു ശേഷം അദ്ദേഹത്തെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയായ നമ്മളുടെ നടിയുമായ ഈ അസീന ഉഷ എന്ന് പറയുന്ന ആ നായിക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അവരെ ഒന്നും വിശ്വസിക്കരുത്, നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്. ഹസീബിന്റെ ഇഷ്യൂ ജയറാമേട്ടനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയുന്നത്? അല്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ശരിക്കുള്ള കാര്യം തന്നെ. എന്റെ ഫോണിൽ ജയറാമിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്, ജയറാം അസീബിന് അയച്ച വോയിസ്. അതായത് നിങ്ങൾക്കറിയായിരിക്കും ഈ അസീബ് എന്ന് പറയുന്ന വ്യക്തിയെ. അദ്ദേഹം ചെയ്ത കുറച്ച് മൂവീസൊക്കെ ഉണ്ട്, അതെല്ലാം ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടത് വെച്ച് ഒരുവിധം എല്ലാം ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയാം. ലാഭം കിട്ടിയത് വല്ലതും ഉണ്ടോ എന്നുള്ളതും അറിയാൻ വയ്യ. എന്തായിരുന്നാലും അവസാനമായി അദ്ദേഹം ചെയ്ത 2 പടം, ഒന്ന് ജയറാമിനെ വെച്ചും മറ്റൊന്ന് ജയറാമിൻ്റെ മകനെ വെച്ചും, ആ 2 പടവും ഫ്ലോപ്പായി. അദ്ദേഹം അതോടുകൂടി എന്തെടുത്ത് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയി. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വലിയ രോഗത്തിൻ്റെ അടിമയാകേണ്ടിയും വന്നു. നിലവിൽ തന്നെ കരൾ സംബന്ധമായ രോഗമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ടെൻഷൻ കാരണമായിക്കൊണ്ട്, സാമ്പത്തിക ബാധ്യത കാരണമായിക്കൊണ്ട് അത് സ്ട്രോക്ക് കൂടി വരികയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഏകദേശം ഒരു വലിയ ഒരു അപകട സ്റ്റേജിലേക്ക് കടക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു നില തുടർന്നപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും പരിചയമുള്ള എല്ലാവരും എത്തിയിട്ടും ഈ ജയറാമിന് വേണ്ടി കോടികൾ ചെലവാക്കി നഷ്ടപ്പെടുത്തി കുടുംബം അനാഥമായ അല്ലെങ്കിൽ വഴിയാധാരമാക്കിയിട്ട് ഈ ജയറാം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ്. ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിന്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. ഇതിന്റെ തൊട്ട് പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പൊ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട്, ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയാ, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. അപ്പോഴും എൻ്റെ ഇന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ജയറാമിനോട് ഒരു ആത്മബന്ധം കാണും, അല്ലെങ്കിൽ ഹൃദയത്തിൽ വലിയൊരു സ്നേഹം കാണും. ഈ ജയറാമും ആ ഒരിടയ്ക്കൊക്കെ അദ്ദേഹത്തോട് അങ്ങനെ ആയിരിക്കും പെരുമാറിയിരുന്നത്. പക്ഷേ അതൊരു കപടമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗുരുതുല്യനായിട്ട് കാണേണ്ട, പിന്നെ രാജസേനനെ പോലും തെള്ളിപ്പറഞ്ഞ ചവിട്ടിക്കളഞ്ഞ ഈ ജയറാം പിന്നെ 1-2 പടം അദ്ദേഹത്തെ വെച്ച് ചെയ്ത ഈ അസീബ് എന്ന് പറയുന്ന പുള്ളിയോട് ഇതല്ല ഇതിനപ്പുറം കാണിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിക്കണം, എൻ്റെ മോനെ വെച്ച് പടം ചെയ്യൂ, എന്തെങ്കിലും വീഴ്ച വന്നാൽ ഞാൻ സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്
പടം ചെയ്ത് അത് 8 നിലയിൽ പൊട്ടി, സാമ്പത്തികമായിട്ട് വളരെ പരാജയപ്പെട്ടു, രോഗത്തിനടിമപ്പെട്ടു, കുടുംബം അനാഥമാകുന്ന വക്കിലേക്ക് എത്തി. എന്നിട്ട് പോലും ആ കണ്ടെടുത്ത് ഇട്ടിട്ട് പോയതല്ലാതെ ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ഒന്ന് വിളിച്ച് തിരക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല ഈ ജയറാം എന്ന് പറയുന്ന നന്മ മരം ചമയുന്ന, അല്ലെങ്കിൽ വിനയം വാരിക്കോരി വിതറുന്ന ജയറാം എന്ന് പറയുന്ന എന്താണ് മലയാളികളുടെ പ്രിയങ്കര നടനായ ജയറാം. ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പുള്ളിയും പറഞ്ഞു പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബെ, അത് കൈവിട്ട് പോകും, ശരിയാവത്തില്ല, വേണ്ട, വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിൻ്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ ഒന്ന് വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല എന്താണ്. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാർ ഹസീബിനെ കാണാൻ വന്നു. അതിലെ പോയാൽ ഇപ്പോഴും നമ്മുടെ 7 Rs വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാർ, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവനുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ ഹസീബിനെ കാണാതെ പോകത്തില്ല. അപ്പോൾ ജയറാം പക്ഷെ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ജയറാമിന്. കാര്യമെന്ന് പറഞ്ഞാൽ രാജ്യം പോയ രാജാവിനെ പിന്നെ രാജാവെന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ്. പണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോയി, അത് കാറ്റുള്ളപ്പോൾ തൂറ്റിക്കഴിഞ്ഞ്. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് കിടക്കേണ്ട കാര്യം ഈ ജയറാമിനില്ലല്ലോ. പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ചെന്നൈയിൽ പോയി സെറ്റിലായി, കുടുംബത്ത് സന്തോഷത്തോടെ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാളോട് പറയുക പടം ചെയ്യാൻ. ആ പടം ചെയ്ത് ആ പടം 8 നിലയിൽ പൊട്ടുക, ഞാൻ വേണ്ട സഹായം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ബാധിതയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും രോഗമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്, ഈ തന്നെ വിശ്വസിച്ച് ഒരു പടം ചെയ്ത മനുഷ്യന് അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയോ നന്മപരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു, അതൊക്കെ ഓർത്തിട്ടെങ്കിലും കോടിക്കണക്കിന് ഒരുപാട് ആസ്തി ഉണ്ടല്ലോ നിങ്ങൾക്ക്, 1 രൂപ ഉണ്ടെങ്കിലും ഒന്ന് സഹായിക്കാൻ തോന്നിയോ? നിങ്ങളെ സഹായിക്കുമെന്ന് ഒരുറപ്പുമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, അത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയവർ ഒരു പതനത്തിൽ വീഴുമ്പം അവരെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങളുടെ ഗുരുസ്ഥാനനായി കാണേണ്ട ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന രാജസേനനോട് ചെയ്ത നെറുകേടുകൾ അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യം. തന്നെ താനാക്കിയ ജയറാമാക്കിയ രാജസേനനെ ഒന്നുമല്ലാത്ത രീതിയിൽ ചവിട്ടി പുറത്താക്കിയെങ്കിൽ പിന്നെ ഈ ഹസീബിൻ്റെ പോലുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? നമുക്ക് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിൻ്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ്, ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും. അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഓക്കെ. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് 2000 കോവിഡിന് തൊട്ട് മുൻപാണ്, 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക, എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. എന്താണ് സംസാരം? തേനും പാലും ഒഴുക്കിയാണ്, വിനയം വാരി വിതറുകയാണ്. ഈ സംസാരം കേട്ടാൽ ജനുവിനാണ് എന്ന് ആരും വിശ്വസിച്ചു പോകും. എതിർഭാഗത്ത് ഇരിക്കുന്ന നിഷ്കളങ്കനാണെങ്കിൽ ഈ സംസാരത്തിൽ വീണു പോകും എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ജയറാം അദ്ദേഹത്തിന്
പിന്നെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്താണ് അത് പിന്നെ മദ്യപാനം കാരണമല്ലേ എന്നുള്ളത് എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം കള്ളു കുടിച്ചിട്ടല്ലേ ഇത് പോയത് എന്നുള്ളൊരു ധ്വനിയിലായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിലെങ്കിലും രോഗം വന്നൊരു വ്യക്തിയെ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചില്ല? സ്ട്രോക്ക് വന്നത് പോട്ടെ, നിങ്ങൾ അറിഞ്ഞില്ല, ഓക്കെ, ലിവർ കംപ്ലൈൻ്റ് ആയി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടന്നു, തന്നെ വെച്ചൊരു പടം ചെയ്ത്, തൻ്റെ മോനെ വെച്ചൊരു പടം ചെയ്ത്, അത് 8 നിലയിൽ പൊട്ടി, സാമ്പത്തികമായിട്ട് കുടുംബം വഴിയാതാരാവുന്ന വക്കിലെത്തി. അങ്ങനെ ഒരു വ്യക്തിയെ ഒന്ന് വിളിച്ച് നിനക്ക് സുഖമാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജയറാം തിരക്കിയില്ല, തിരക്കത്തുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ജയറാം അതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളാക്കിയത് മലയാള സിനിമയാണ്. മലയാളത്തിൽ അഭിനയിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് തമിഴിലേക്ക് പോകാൻ പറ്റിയതും അവിടെ പോയി അവരെ പൊക്കി പറഞ്ഞും അവരുടെ കയ്യടി മേടിച്ചും അവിടെ തുടരുന്നത്. അല്ലാതെ നിങ്ങളെ അവർ വന്ന് ചുമന്നുകൊണ്ട് പോയതൊന്നുമല്ല. മലയാളികളായ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ പ്രേക്ഷകരും കണ്ടതുകൊണ്ടാണ് നിങ്ങളെ എന്തെടുക്കുന്നത്, ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോയി അഭിനയിക്കാൻ പറ്റുന്നത്, അവിടെ പോയി എന്തെടുക്കാൻ പറ്റുന്നത്, വിലസാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മിമിക്രി കളിച്ച് ഇവിടെ തീർന്നു പോയതിന് നിങ്ങളുടെ ജീവിതം എന്നുള്ളതാണ്. നിങ്ങളും താഴെ തട്ടിൽ നിന്ന് വന്ന മനുഷ്യനല്ലേ. നിങ്ങളും സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന, താൻ കാരണം സാമ്പത്തിക ബാധ്യത പെട്ടുപോയവരുടെ അവസ്ഥയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവസാനം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്താണ്? ദൈവം രക്ഷിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം എന്നും കൂട്ട് കാണും എന്നുള്ളതാണ് പറയുന്നത്. എല്ലാം വരുത്തി വെച്ചിട്ട് ഒരാളെ കുഴിയിൽ ചാടിച്ചിട്ട് ദൈവം രക്ഷിച്ചോളും എന്ന് പറയുന്നു, ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ദൈവം രക്ഷിച്ചോളും എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു ആട്ടുംതോലിട്ട് ചെന്നായയുടെ മുഖം അധിക നാള് മലയാളത്തിൽ കാണത്തില്ല. ഇനി അങ്ങോട്ട് കാണുമെന്നുള്ളതും സംശയമാണ്. കാര്യം നിങ്ങൾ ജനമധ്യത്തിൽ എക്സ്പോസ് ആയി കഴിഞ്ഞു. നിങ്ങൾ ഇനി എത്ര വിനയം കാണിച്ചാലും ജനങ്ങൾ നിങ്ങളുടെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇത്രയെങ്കിലും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. കൂട്ടത്തിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് പരിഗണിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. വീണ്ടും ഒരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക്